ഏതെങ്കിലും ഒരു മിസൈലെങ്കിലും ഇറാനിലേക്ക് വീണാൽ ഇറാൻ ആദ്യം ആക്രമിക്കുന്നത് ഇസ്രായേൽ തന്നെ ആവുമല്ലോ. ഇസ്രായേലിൽ നിന്ന് നല്ല മിസൈൽ വീഴുന്നതെങ്കിലും അമേരിക്കയും ഇസ്രായേലിനെയും വേർതിരിച്ച് കാണുന്നില്ല ഇറാൻ. ഇവർ ഒന്നാണ് എന്ന് തന്നെയാണ് കാണുന്നത്. അമേരിക്കയേക്കാൾ കൂടുതൽ സുരക്ഷാ ഭീഷണി നേരിടുന്നത് ഇസ്രായേലാണല്ലോ. അമേരിക്കയുടെ അടുത്ത ചങ്ങാതി ആ പ്രദേശത്തെ. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു, ചേട്ടൻ ബാവയോട് അനിയൻ ബാവ പറയുന്നു, സമയമായില്ല. ഇപ്പോൾ ചാടിപ്പുറപ്പെട്ടാൽ വലിയ നാശമാണ്. കഴിഞ്ഞ മാസം വൻപൻ കാർമേഘങ്ങളാണ് ആ മേഖലയിൽ ഉരുണ്ടുകൂടിയത്. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ ഉരുണ്ടുകൂടിയത്. ഇറാനത് ഏത് നിമിഷവും ആക്രമണം നടക്കാം. സമാനമായ ഒരു കാർമേഘ പടലം ഇപ്പോൾ വീണ്ടും ഉരുണ്ടുകൂടുന്നു. കഴിഞ്ഞ പ്രാവശ്യം അത് തലനാരിഴയിൽ മാറിപ്പോയതിന് പ്രധാന കാരണം സമയമായില്ല. ആക്രമണം വേണ്ടി വന്നേക്കാം, പക്ഷേ അമേരിക്കയേക്കാൾ കൂടുതൽ സുരക്ഷാ ഭീഷണി നേരിടുന്നത് ഇസ്രായേലാണല്ലോ. അമേരിക്കയുടെ അടുത്ത ചങ്ങാതി ആ പ്രദേശത്തെ. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നു, ചേട്ടൻ ബാവയോട് അനിയൻ ബാവ പറയുന്നു, സമയമായില്ല. ഇപ്പോൾ ചാടിപ്പുറപ്പെട്ടാൽ വലിയ നാശമാണ്. ആദ്യത്തെ നാശം വരുന്നത് ഇസ്രായേലിന് തന്നെയാണ്. ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈലുകൾ അയച്ച ഒരു പാരമ്പര്യമുണ്ട്. 2025 ജൂൺ മാസം 12 ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഇസ്രായേൽ ഉണ്ടാകാഞ്ഞത് വലിയ രീതിയിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടായിരുന്നു. അയൺ ഡോം ഉണ്ടായിരുന്നു, ഡേവിഡ് സ്ലിംഗ് ഉണ്ടായിരുന്നു, അല്ലേ? അപ്പം ആരോ സംവിധാനം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അതൊക്കെ റീപ്ലനിഷ് ചെയ്യാൻ കുറച്ചുകൂടെ സമയമെടുക്കും. ഇതിൻ്റെ പൂർണ്ണമായി ഉപയോഗിച്ച് തീർത്തു വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ. അത് റീപ്ലനിഷ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ തന്നെ റീബിൽഡിങ്ങിലാണ്. അപ്പോൾ അതാണ്, സമയമായില്ല. ഇത് വലിയ ഒരു കാര്യമാണ്. വീണ്ടും കാർമേഘം വരുമ്പോൾ ഇസ്രായേലിൻ്റെ പച്ചക്കൊടി അവിടെ ആവശ്യമാണ്. എന്തു വന്നാലും അമേരിക്കയോടൊപ്പം ചേർന്ന് നിന്ന് ആക്രമണത്തിൽ പങ്കെടുക്കുന്ന ഏകരാജ്യം ഇസ്രായേലായിരിക്കും. ഒരിക്കൽ പോലും തീർച്ചയായും ഏതെങ്കിലും ഒരു മിസൈലെങ്കിലും ഇറാനിലേക്ക് വീണാൽ ഇറാൻ ആദ്യം ആക്രമിക്കുന്നത് ഇസ്രായേൽ തന്നെ ആവുമല്ലോ. ഇസ്രായേലിൽ നിന്ന് നല്ല മിസൈൽ വീഴുന്നതെങ്കിലും അമേരിക്കയും ഇസ്രായേലിനെയും വേർതിരിച്ച് കാണുന്നില്ല ഇറാൻ. ഇവർ ഒന്നാണ് എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ഏറ്റവും ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുള്ള രാജ്യമെന്ന നിലയിൽ കരുതിയിരിക്കേണ്ടത്, ജാഗ്രതാപൂർവ്വം പ്രവർത്തിക്കേണ്ടത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. അതുകൊണ്ട് അവർ അന്ന് പറഞ്ഞ് പിന്തിരിപ്പിച്ചു. ഇപ്പോഴും ഒരു പക്ഷേ അമേരിക്കയെ ഇപ്പോഴും പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലാകാം. ഇസ്രായേൽ പച്ചക്കൊടി കാട്ടുന്ന ആ നിമിഷം ഒരുപക്ഷെ ആക്രമണം ഉണ്ടായേക്കാം. ഇപ്പം അറബ് രാജ്യങ്ങളെ കൺവിൻസ് ചെയ്യാനുള്ള സമയവും ഇസ്രായേൽ റെഡിയാണ് എന്ന പ്രഖ്യാപനവും മാത്രം മതിയാകും. അതിനുശേഷം ഒരുപക്ഷെ ആക്രമണം ഉണ്ടാകാം. അതും ഞാൻ തീർത്തു പറയുന്നില്ല. ഞാൻ ഒരിക്കലും ഒരു കാര്യത്തിലും പ്രവചനം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന ആളല്ലോ. സൂചനകൾ മാത്രമല്ലേ പറയൂ. അതിനെ കേൾക്കുന്ന പ്രേക്ഷകർ അത് പ്രവചനമാണ്, അങ്ങനെ പറഞ്ഞില്ലേ, ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. എല്ലാ സൂചനകളും നമ്മൾ പറയണമല്ലോ. സാധ്യതകൾ നമ്മൾ വിലയിരുത്തണമല്ലോ. സാധ്യതകൾ വിലയിരുത്താതെ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാനാവില്ല. ഇത് നാളെ എന്താണ് സംഭവിക്കുന്നത് എന്ന്, നാളെ ലോകം അവസാനിക്കുമോ എന്ന് പോലും നമുക്കിപ്പോൾ പറയാനാവില്ലാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ പിന്നെ നിലവിലുള്ള സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് മാത്രമേ നമുക്ക് കാര്യങ്ങൾ വിലയിരുത്താനാവൂ. അമേരിക്ക ഏറ്റുമുട്ടിയിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട്. ലിബിയയിലെ കേണൽ ഗദ്ദാഫിയുമായി ഏറ്റുമുട്ടി, സദ്ദാം ഹുസൈനുമായിട്ട് ഇറാഖിൽ ഏറ്റുമുട്ടി, പല രാജ്യങ്ങളുമായിട്ടും യുദ്ധമുണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ആ രാജ്യങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. പക്ഷേ ഇറാൻ്റെ ഒരു ബിൽഡപ്പ്, ഒരു രീതിശാസ്ത്രം എന്ന് പറയുന്നത് വർഷങ്ങൾ എടുത്തുകൊണ്ട് ഇറാൻ ചില മിലിഷ്യകളെ ചുറ്റുപാടുമുള്ള പ്രദേശത്ത് വിന്യസിച്ചു. കാരണം അവരൊരു സാംസ്കാരികമായ ഒരു പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പ്, ഒരു കായികമായ പോരാട്ടം മാത്രമല്ല, വ്യത്യസ്തമായ തലത്തിലുള്ള ഒരു പോരാട്ടത്തിലൂടെ. അത് ചെങ്കടൽ മേഖല വളരെ തന്ത്രപ്രധാനമായ ഇടമാണ്. ലോകത്തെ വ്യാപാരത്തിൻ്റെ 20% കടന്നു പോകുന്ന ഇടമാണ് ചെങ്കടൽ മേഖല. അവിടെ ദുർബലമായി കഴിഞ്ഞാൽ ലോകത്തിന് വേദനിക്കും, അമേരിക്കയ്ക്കും വേദനിക്കും. അതുകൊണ്ട് അവിടെ ഹൂതികളെ കൈയയച്ച് സഹായിച്ചു. ആ ഒരു പ്രദേശം കൺട്രോൾ ചെയ്യുന്ന യമനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. അത് ആഫ്രിക്കയും ഏഷ്യയുമെല്ലാം യോജിക്കുന്ന ഒരു മേഖലയാണ്. ആ ഒരു കടലെടുക്ക് അവിടെ വളരെ നിർണായകമാണ്. അപ്പം ഹൂതികൾ അവിടെ വളരെ നിർണായകമാണ്. അതുപോലെ ഈ മെഡിറ്ററേനിയൻ മേഖലയിലെ ഒരു ചെറിയ രാജ്യമാണ് ലെബനൻ, അല്ലേ? ലെബനനിൽ വൻതോതിലുള്ള സഹായമാണ് ഇറാൻ ചെയ്തത്. അങ്ങനെ ലെബനനിൽ ഇപ്പോഴും ഹിസ്ബുള്ള വളരെ സജീവമാണ്, വളരെ മെലിഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ ആക്രമണത്താൽ വളരെ മെലിഞ്ഞിരിക്കുന്നു. യുദ്ധം അവസാനിച്ചിരിക്കുന്നു. പക്ഷേ ഹിസ്ബുള്ള എന്ന സംഘടന നിലനിൽക്കുന്നു. ഇനി പോകട്ടെ, ഈ ഹമാസിൻ്റെ കാര്യം പൊയ്ക്കോട്ടെ. ഹമാസിൻ്റെ ശക്തിയെ പൂർണ്ണമായും തന്നെ ഏതാണ്ട് ഇസ്രായേൽ അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ഹമാസ് തന്നെയാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു ഘടകം. ഹൂതികൾക്കും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ശേഷം വരുന്നത് സാക്ഷാൽ സിറിയയാണ്. അവിടെ ബാഷർ അൽ അസദ് ഭരണകൂടത്തെ താങ്ങി നിർത്തിയിരുന്നത് ഇറാനാണ്. വലിയ തോതിൽ അവിടെ ജനകീയ പ്രക്ഷോഭമുണ്ട്. അദ്ദേഹം വളരെ അൺപോപ്പുലറായിരുന്നു. അസദ് ഭരണകൂടം വളരെ അൺപോപ്പുലറാണ്.
പക്ഷേ അലവികൾ 10% മാത്രമേ ഉള്ളൂ സിറിയയുടെ ജനസംഖ്യയുടെ. അപ്പോൾ അലവിയറ്റ് അവർ ഷിയാകളാണ്. ഇറാൻ ഷിയ രാജ്യമാണല്ലോ. അപ്പം ഷിയ മേധാവിത്വം അവിടെ അലവികളിലൂടെ കൊണ്ടുവന്നുകൊണ്ട് ആ ഭരണകൂടത്തെ നിലനിർത്താൻ കോടികളാണ് ഇറാൻ ചെലവഴിച്ചത്. അവരും സമയത്തിന് ഉപകരിക്കുമെന്നാണ്. പക്ഷേ അവിടെ ഭരണമാറ്റമുണ്ടായി. അമേരിക്കയുടെയും ടർക്കിയുടെയും എല്ലാം ഇടപെടൽ കൊണ്ട്, ഇസ്രായേലിൻ്റെ ഒക്കെ ഇടപെടൽ ഉണ്ട്. അവിടെ ടർക്കിയിൽ ഭരണമാറ്റമുണ്ടായി, അൽഷറ ഭരണകൂടമുണ്ടായി. ഇറാൻ അവിടെ നിന്നൊന്നും നന്മ ഇനി കിട്ടാനില്ല. പിന്നെ ഉള്ളത് സിറിയയിലെ ചില സ്ഥലങ്ങളിലും ഇറാഖിലെ ചില സ്ഥലങ്ങളിലും ഷിയ മിലിഷ്യകളെ നട്ട് നനച്ച് വളർത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ഇറാൻ്റെ സൈന്യം, IRGCയും അല്ലാത്ത പരമ്പരാഗത സൈന്യവും എന്നതിന് പുറമെ പ്രോക്സികൾ എന്നതാണ് ഇറാൻ്റെ തന്ത്രം. മറ്റൊരു രാജ്യവും അങ്ങനെ ഒരു തന്ത്രം അമേരിക്കയ്ക്കെതിരെ പ്രയോഗിച്ചിട്ടില്ല. ആത്യന്തികമായി അമേരിക്കയും ഇസ്രയേലും അവരോട് യുദ്ധം ചെയ്യേണ്ടി വരും, ഇറാനോട് യുദ്ധം ചെയ്യേണ്ടി വരും. അപ്പോൾ തങ്ങൾക്ക് ചുറ്റും ആൾ വേണം, സംവിധാനം വേണം എന്നതാണ്. അതൊക്കും പുറമെയാണ് ഇറാൻ ഉണ്ടാക്കിയെടുത്ത സൗഹൃദ ബന്ധം. റഷ്യയുമായും ചൈനയുമായും നല്ല ബന്ധമാണ്. റഷ്യയും ചൈനയും രംഗത്ത് വന്നാൽ കളി മാറില്ലേ? വരുമെന്നതിന് സൂചനയൊന്നുമില്ല. അവർക്ക് ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ റഷ്യക്കുണ്ട്. ചൈന ഒരു യുദ്ധത്തിലേക്ക്, അവരുടെ സമ്പദ് വ്യവസ്ഥയെ അഫക്റ്റ് ചെയ്യുന്ന ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ പരമ്പരാഗതമായി തയ്യാറായിട്ടില്ല. ഇപ്പോഴും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. അവിടെയാണ് ഇറാൻ ഒരു പക്ഷേ ഒറ്റപ്പെടുന്നത്. പക്ഷേ ഇറാന് ഈ പ്രോക്സികളിലൂടെ യുദ്ധം ചെയ്യാൻ ഇപ്പോഴും താല്പര്യമുണ്ട്. പ്രോക്സികൾ വല്ലാതെ ക്ഷയിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, സിറിയ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, മറ്റ് പ്രോക്സികൾ വല്ലാതെ ക്ഷയിച്ചിരിക്കുന്നു. എങ്കിലും ഇറാൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് കുറേയൊക്കെ ചെറുത്ത് നിൽക്കാൻ പ്രോക്സികളിലൂടെ കഴിയുമെന്നാണ്. ഇപ്രാവശ്യം കഴിഞ്ഞ മാസം ഒരുപക്ഷെ യുദ്ധകാർമേഘമുണ്ടായപ്പോൾ പ്രോക്സികൾ റെഡി ആയിട്ടില്ല. ഇപ്പോൾ ഇതാ പറഞ്ഞ് പ്രോക്സികളും പറയുന്നു തങ്ങളും റെഡിയാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ബാറ്റിൽ ലൈൻസ് ആർ ഡ്രോൺ. രണ്ടു പക്ഷവും കടുപ്പിച്ച മുഖാമുഖം ഇങ്ങനെ നിൽക്കുകയാണ്. എന്തും സംഭവിക്കാം. ഈ ഒരു തന്ത്രം, ഒരു യുദ്ധമെന്ന് പറയുമ്പോൾ അത് നേരിട്ടുള്ള പോരാട്ടമെന്ന് മാത്രമല്ല, താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന് നയതന്ത്രം, രണ്ട് യുദ്ധം. നയതന്ത്രം പരാജയപ്പെടുമ്പോഴാണല്ലോ യുദ്ധമുണ്ടാവുക. പക്ഷേ യുദ്ധസാധ്യത ഒഴിവാക്കി നയതന്ത്രം സാധിക്കുമെങ്കിൽ വീണ്ടും നയതന്ത്രം എന്ന ട്രാക്ക് മാറ്റാൻ കഴിയും. അപ്പം അതുകൊണ്ട് പരമാവധി ഭയപ്പെടുത്തി സങ്കോചത്തിലാക്കി ഇറാനെ ഞെരുക്കുക, പരമാവധി സാമ്പത്തികമായി ഞെരുക്കുക. അതിനുവേണ്ടിയാണല്ലോ ഉപരോധം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ ജനം തെരുവിലിറങ്ങും. ഇറങ്ങിയല്ലോ. ആഴ്ചകൾ നീട്ടുന്ന പ്രക്ഷോഭം ഉണ്ടായല്ലോ. ഇപ്പോഴാ പ്രക്ഷോഭം ഒട്ടൊന്ന് ശമിച്ചു. പൂർണ്ണമായി ആ കനലുകൾ അടങ്ങി എന്ന് പറയാനാവില്ല. ഉള്ളിൽ പുകയുന്ന ഒരു അഗ്നിപർവ്വതമാണ് ഇറാൻ. അത് നമുക്കെല്ലാം അറിയുകയും ചെയ്യാം. ഇറാനെ പിന്തുണയ്ക്കുന്നവർക്കും എതിർക്കുന്നവർക്കും അറിയാം ഇറാനിലെല്ലാം ഭദ്രമല്ല എന്നറിയാം. പക്ഷേ ആ ഒരു ജനതയ്ക്ക് വലിയൊരു അപ്രൈസിങ്ങിലൂടെ ഭരണകൂടത്തെ പിന്തള്ളാനുള്ള ശക്തി ഉണ്ട് എന്നിപ്പോൾ കരുതാനാവില്ല. ഉണ്ടെങ്കിൽ അത് ഭരണകൂടം ഓൾറെഡി താഴെ പോകുമായിരുന്നു. അങ്ങനെയെങ്കിൽ പുറത്തുനിന്ന് ഒരു ഉന്തും കൂടെ വേണ്ടി വരും. അതിനുവേണ്ടിയാണ് ഈ ബലപ്രയോഗം. ആ ബലപ്രയോഗം വരുമെന്ന പ്രതീതി ഇങ്ങനെ നിരന്തരം നിലനിർത്തിക്കൊണ്ട് ഭരണകൂടത്തെ വലിയ രീതിയിലുള്ള എന്തെങ്കിലും സാഹസത്തിന് മുതിരാൻ പ്രേരിപ്പിക്കുക. അങ്ങനെ കയറി അങ്ങോട്ട് അടിക്കുക. ഇതൊക്കെ ഒരു തന്ത്രമാകാം. അതുമല്ല എങ്കിൽ ഈ കുറേ കഴിയുമ്പോൾ ഇതാണ് ബ്ലിങ്കിങ് ദ ഐ എന്ന് പറയുന്നത്. കണ്ണിങ്ങനെ പൂട്ടാതെ ഇങ്ങനെ നിൽക്കുകയും അവസാനം ഒന്ന് കണ്ണടക്കേണ്ടി വരുമല്ലോ. അങ്ങനെ കണ്ണടച്ച് എന്നാൽ ശരി, ഒരു ഡീലിലൂടെ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു ജീവശ്വാസം നിലനിർത്താം എന്ന് ഇറാൻ ശ്രമിക്കുകയാണെങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ. അപ്പോഴും ട്രംപിന് തന്നെയാണ് നേട്ടം. ഇപ്പോൾ യുദ്ധമുണ്ടായാലും ആത്യന്തികമായി നേട്ടം ട്രംപല്ലേ. തോറ്റാൽ പോലും ജയിച്ചു എന്ന് പറയുന്ന കക്ഷിയാണ്. അതുകൊണ്ട് ട്രംപിന് ജയങ്ങൾ മാത്രമേ ഉള്ളൂ. ട്രംപിന് ഈ യുദ്ധത്തിലൂടെയാണെങ്കിലും സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയാൽ അത്രയും നല്ല. ഈ സമാധാനത്തിന് വേണ്ടി, ഗൾഫ് മേഖലയുടെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ യുദ്ധം ചെയ്തു, എനിക്കിനി തന്നുകൂടെ സമാധാനത്തിന് നോബൽ സമ്മാനം? ഇപ്പോൾ മച്ചാടോയ്ക്ക് കൊടുത്തത് എനിക്ക് കൊണ്ട് തന്നല്ലോ മച്ചാടോ, ഇനി എന്തിനാ അവർക്ക് കണ്ടവർക്കൊക്കെ കൊടുക്കണം, എനിക്കിങ്ങ് തന്നാൽ പോരെ അടുത്ത പ്രാവശ്യത്തേത് എന്ന് പറയുന്ന കക്ഷിയല്ലേ ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് അതൊക്കെ സംഭവിച്ചേക്കാം. തീർച്ചയായും നെഗോഷിയേറ്റിംഗ് ടേബിളിലേക്ക് ഇറാനും അമേരിക്കയും മധ്യസ്ഥന സഹായത്തോടെയോ അല്ലാതെയോ നീങ്ങുക എന്നതാണ് ലോക സമാധാനത്തിനും മേഖലയുടെ സുരക്ഷയ്ക്കും നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ, പ്രവാസികൾ, നമ്മുടെ സഹോദരന്മാർ, സഹോദരിമാർ, മക്കൾ, ബന്ധുക്കൾ ഒക്കെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ കാര്യങ്ങൾ, അവരുടെ കൂടെ സുരക്ഷ മനസ്സിൽ വെച്ചുകൊണ്ട് സമാധാനം നമുക്ക് ആഗ്രഹിക്കാം.